അസ്സലാമു അലൈക്കും. സൈഡേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷവർമ പിസ്സ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ ചിക്കൻ്റെ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് പീസ് എടുത്താൽ മതി. ഇത് ഞാനിങ്ങനെ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ജീരകപ്പൊടി, ചെറിയ ജീരകമില്ല അതിൻ്റെ പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 8-10 വെളുത്തുള്ളി അല്ലി, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അതായത് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇത് നമുക്ക് ആ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാല എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം. ഇതും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഈ ചൂടായി വന്നതിലേക്ക് നമുക്ക് ഈ ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം. സ്ലൈസ്ഡ് പീസാണ്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഇത് കരിഞ്ഞു പോകണ്ട. ചിക്കൻ ഒന്ന് സാധാരണ നിലയിൽ കുക്കായാൽ മാത്രം മതി. നമ്മൾ സാധാരണ ചിക്കനൊക്കെ പൊരിച്ചെടുക്കൂലേ, അത്രയും അങ്ങോട്ട് റോസ്റ്റ് ആവണ്ട. ചെറിയൊരു വേവ് മാത്രം മതി. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇപ്പം എന്താ ചിക്കനെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാകത്തിന് ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചിക്കനെല്ലാം നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാനിലേക്ക് മാറ്റി വെക്കാം. ഈ ചിക്കൻ തണുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ടെടുക്കുക ചെറിയ പീസായിട്ട്. നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ടോപ്പിങ്ങിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം 3 കളറും ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചത്. മയോണൈസ്, തഹീനി സോസ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഷെസ്വാൻ സോസ്, ഇത്രയും മാത്രം മതി. ഞാനൊരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷെസ്വാൻ സോസ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം, എല്ലായിടത്തും എത്തുന്നവരേക്കും. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും സോസ് എടുത്തോളൂ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തഹീനി സോസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നിങ്ങൾക്ക് ആവശ്യത്തിന്, സോസ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത്രയും തന്നെ മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, ആ പീസും കൂടി ഇട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ എത്ര വേണോ ഇട്ട് കൊടുത്തോളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ക്യാബേജോ ലെറ്റ്യൂസോ അങ്ങനെ ഏതെങ്കിലും വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ക്യാപ്സിക്കം ഇപ്പോൾ 3 കളർ വെറുതെ കളർഫുള്ളിന് വേണ്ടി വെച്ച് കൊടുത്താണോ, നിങ്ങൾ ഉള്ളത് മാത്രം വെച്ചാൽ മതി. ഇതിനകത്തേക്ക് നമുക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. മയോണൈസ് എത്ര വേണോ വെച്ചോളൂ. ഇതിനകത്തേക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടാക്കാം. ഞാനിപ്പോൾ 2 സ്ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഒരു കുബൂസും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതിലേക്ക് പിന്നെയും ചീസ് വെച്ച് കൊടുക്കുക. ഈ ചീസും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാണ്ടും വെക്കാം. മയോണൈസ് ഒഴിച്ച് കൊടുക്കുക. മയോണൈസ് നിങ്ങൾക്ക് എത്ര വേണം ഒഴിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച്
വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ മെൽറ്റായതിനു ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. മെല്ലെ വെച്ച് കൊടുക്കണേ, ഫില്ലിംഗ് ഒന്നും ഇളകി പോകരുത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ എല്ലാം നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയാൽ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇതൊക്കെ മെൽറ്റായതിന് ശേഷം ചീസൊക്കെ മെൽറ്റായ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. നോക്കിയേ ഇപ്പം നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.